ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന മെയിൻ സ്വിച്ച്, അതായത് ഓൾഡ് മോഡൽ മെയിൻ സ്വിച്ച് മാറ്റി നമുക്ക് പുതിയ ടൈപ്പ് ഐസൊലേറ്റർ വെക്കാനാണ്. അതായത് 2 പോളിൻ്റെ അത് ഡബിൾ പോൾ MCB നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഓൾറെഡി ഷോർട്ട് സർക്യൂട്ടായി, അങ്ങനെ മൊത്തത്തിൽ ഷോർട്ടായി പോയതാണ്. അപ്പോൾ അതിന് മുകളിൽ കാണുന്ന 3 ഫ്യൂസ് യൂണിറ്റുകളും 16 ആംസിന് 3 ഫ്യൂസ് യൂണിറ്റുകളും നമുക്ക് മാറ്റണം. കാരണം ഒരു പഴയ വീടായതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ടായി ഇങ്ങനെ മൊത്തത്തിൽ വേരിയേഷൻസ് വന്നപ്പം KCB നാൾ വന്ന് പറഞ്ഞു ഇത് മൊത്തത്തിൽ മാറണം. അപ്പോൾ നമ്മൾ വന്ന് ഇത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്, അതായത് ഐസൊലേറ്റർ കയറ്റാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഹാവൽസിൻ്റെ ഐസൊലേറ്ററാണ്. സ്വിച്ച് ഡിസ്കണക്ടർ ആണ്, ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഐസൊലേറ്റർ. അത് 40 ആംസിൻ്റെയാണ് നമ്മൾ ഐസൊലേറ്റർ എടുത്തേക്കുന്നത്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ MRP 459 രൂപ. 2 പോൾ, അതായത് ഡബിൾ പോളിൻ്റെ 1 പീസാണ് ഐസൊലേറ്റർ. പിന്നെ ഇതിൻ്റെ വാറൻറ്റി കൊടുത്തേക്കുന്നത് 3 ഇയർ വാറൻറ്റിയാണ്, അത് 3 വർഷത്തെ വാറൻറ്റിയാണ്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഈ മില്യൻ്റെ ബോക്സാണ്. ഈ ബോക്സിൻ്റെ അകത്താണ് നമ്മൾ ഐസൊലേറ്റർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് ക്ലിപ്പ് ചെയ്ത് നമുക്ക് വെക്കാം. ഈ 2 സൈഡ് സ്ക്രൂ ചെയ്ത് നമുക്ക് നേരത്തെ ഇരുന്ന മെയിൻ സ്വിച്ച് ഇരുന്ന ഷീറ്റിൻ്റെ അകത്ത്, അത് പഴയ മൈക്കയാണ്, അതിൻ്റെ അകത്ത് നമുക്ക് സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഇതുവഴി വയറെടുക്കാം. ഇതിൻ്റെ താഴെ കൂടെ കാണുന്ന ഹോളിൽ കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഫ്യൂസിൽ നിന്ന് ലെഗുകൾ തമ്മിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ബുഷുകൾ കത്തി ഉരുകി ഇറങ്ങിയേക്കുന്നത് കാണാം. കാരണം അത് ഷോർട്ട് സർക്യൂട്ടായി മാറിയത് കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ അത് ഊരി എടുത്താണ് ഓരോ വയറും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ വയർ ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ഊരി എടുക്കുമ്പോൾ ഒരു ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഉചിതമായിരിക്കും, വയർ മാറിപ്പോകാതിരിക്കാൻ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഫേസ് കയറുന്നത്, റൈറ്റ് സൈഡ് ന്യൂട്രും. എന്നാൽ യഥാർത്ഥത്തിൽ തിരിച്ചാണ് വരേണ്ടത്. വലത് സൈഡാണ് എപ്പോഴും ഫേസ് നിൽക്കേണ്ടത്, ഇടത് സൈഡ് ന്യൂട്രും. നമ്മൾ അങ്ങനെ ഫേസും ന്യൂട്രും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് റെഡ് ഇല്ലാത്തതുകൊണ്ട്, കുറച്ചേ ഉള്ളതുകൊണ്ട് നമ്മൾ യെല്ലോ ആണ് അതിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയ മൈക്കയാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് പിടിക്കണം. കാരണം വേറെ ഷീറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാണ് അഴിക്കുന്നത്. അതേപോലെ സ്ക്രൂകൾ നമ്മൾ അഴിക്കണം. ഈ ലൈനുകൾ നമുക്ക് ഊരി ഇനി നേരെ നമുക്ക് ഐസൊലേറ്ററിൻ്റെ അകത്ത് കയറ്റണം. അതിനു മുമ്പ് ഇത് ഊരി കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഡയറക്റ്റ് അതിൻ്റെ ബോക്സ് നമുക്ക് സെറ്റ് ചെയ്യണം. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ അകത്ത് ഫുൾ ജോയിൻ്റൊക്കെയാണ്. കണ്ടോ, ഇതൊക്കെ ജോയിൻ്റ് അടിച്ച് വെച്ചതാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ടായ KCB നാൾ വന്നപ്പോൾ അവരായിരിക്കണം ഈ യെല്ലോ വയറിട്ട് ജോയിൻ്റ് ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ നമ്മളതിൻ്റെ ബോക്സ് സെറ്റ് ചെയ്യാണ്. 2 സൈഡ് കോണോട് കോണ് നമ്മൾ ജിപ്സം സ്ക്രൂ ആണ് വെക്കുന്നത്. ജിപ്സം സ്ക്രൂ വെച്ചാൽ മതി, ടൈറ്റ് ആയിക്കോളും. അതേപോലെ വയർ ഇറങ്ങാൻ വേണ്ടി സെൻറ്ററിൽ കൂടെ അത് കട്ട് ചെയ്തും വിട്ടിട്ടുണ്ട്. ഈ പ്ലേറ്റിൻ്റെ അകത്താണ് നമുക്ക് ഐസൊലേറ്റർ കയറ്റേണ്ടത്. അപ്പം 2 സൈഡും നമ്മൾ വയർ എടുത്തിട്ടുണ്ട്. അത് എടുത്ത് ഇനി സെറ്റ് ചെയ്യണം. അപ്പം ലെവൽ നോക്കി നമ്മൾ 2 സൈഡും, അതായത് കോണോട് കോണ് നമ്മൾ സ്ക്രൂ ഇട്ട് മുറുക്കുകയാണ്. അതേപോലെ ഇതിന് തൊട്ട് മേളിൽ കാണുന്ന 3 ഫ്യൂസ് യൂണിറ്റുകളും, അതായത് 16 ആംസിൻ്റെ 3 ഫ്യൂസ് യൂണിറ്റുകളും നമുക്ക് മാറ്റണം. അപ്പം നമ്മൾ അത് മാറ്റുവാണ്. അതിനും നമ്മൾ ഇതേപോലെ ജോയിൻ്റ് എടുത്തിട്ട്, അതായത് ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫേസാണ് ഇപ്പം കയറ്റുന്നത്. അത് ജോയിൻ്റ് ചെയ്ത് നമ്മളത് ഫ്യൂസ് യൂണിറ്റിൻ്റെ ഏറ്റവും അടിയിലത്തെ ടെർമിനൽ നമ്മൾ കൊടുക്കുകയാണ്. സ്ക്രൂ ചെയ്യാൻ നേരത്ത് പഴയ ഇതായതുകൊണ്ട് സ്ക്രൂ ചെയ്യുമ്പോൾ അത് ആ ലെഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം തന്നെ കണ്ടോ, തിരിയുന്നുണ്ടോ, അതേപോലെ മാറിപ്പോകും. അതങ്ങനെ മാറിപ്പോകാതെ നേരിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് തിക്കി വെച്ചതിന് ശേഷം ടെസ്റ്റർ കൊണ്ട് മുറുക്കുക. അപ്പോൾ അത് നേരെ ഇരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ചരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂസ് കുത്താൻ പറ്റത്തില്ല. ഇതേപോലെ ലെഗ് നേരെ വെക്കാൻ അതാണ് ഉചിതമായ ഒരു വഴി. ഇനി 2 ഫ്യൂസ് യൂണിറ്റ് കൂടെ നമുക്ക് ഇതേപോലെ മാറ്റണം. അപ്പം നമ്മൾ ഇതിൽ നിന്ന് വയർ മാറിപ്പോകാതിരിക്കാം. കാരണം ഇതിൻ്റെ അത് ഔട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, നേരത്തെ ഇരുന്ന ഔട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് 1.5 വയറാണ്. അപ്പം നമ്മൾ വയറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം വയർ ചേഞ്ച് ചെയ്താൽ നിന്ന് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇളക്കിയെടുക്കേണ്ടി വരും. അപ്പം ഷോർട്ടായ വയർ മാത്രം നമ്മൾ ഊരി മാറ്റിയിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ ജോയിൻ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് ഐസൊലേറ്ററും വെച്ച് കൊടുത്ത് ഫ്യൂസ് യൂണിറ്റിലോട്ട് നമ്മൾ കട്ടൗട്ടറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. ഇപ്പം നമ്മൾ ഐസൊലേറ്ററിൻ്റെ കണക്ഷനാണ് കൊടുക്കുന്നത്. അപ്പം 2.5 ആണ് നമ്മൾ ഐസൊലേറ്ററിൻ്റെ ഔട്ടും ഇന്നും ഇട്ടേക്കുന്നത്. ഈ മുകൾ സൈഡിൽ കാണുന്നതാണ് ഇന്ന്, അതായത്
മീറ്ററിൽ നിന്ന് ഫ്യൂസിൽ നിന്ന് മീറ്ററിൽ നിന്ന് ഡയറക്റ്റ് നേരെ വരുന്നത് ഐസൊലേറ്ററിൻ്റെ ടോപ്പ് സൈഡിലാണ്. കണക്ഷൻ ഡയഗ്രാം ഞങ്ങൾ സ്ക്രീനിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും. ലോഡ് പോകുന്നത് താഴെ കൂടെയാണ്. ഐസൊലേറ്ററിൻ്റെ അടിയിലത്തെ ടെർമിനൽ വഴിയാണ് ഫേസും ന്യൂട്രും ഇറങ്ങിപ്പോകുന്നത്. അപ്പം ഐസൊലേറ്ററിൻ്റെ ഏറ്റവും ടോപ്പ് സൈഡ് ലെഫ്റ്റ് സൈഡ്, അതായത് ടോപ്പിൽ ഇടത് സൈഡ് ഫേസും വലത് സൈഡ് ന്യൂട്രും എല്ലാ ഐസൊലേറ്ററിൻ്റെയും അതിൽ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1, 3 അതെ 1, 2, 3, 4 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് കണക്ഷൻ കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ താഴെ മുകളിൽ മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കറക്റ്റായിട്ട് അവർ കണക്ഷൻ ഡയഗ്രാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അതേപോലെ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫേസും ന്യൂട്രും, അതായത് ഇന്നും ഔട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഏറ്റവും ടോപ്പിലും ഔട്ട്, അതായത് ലോഡ് പോകുന്നത് ഏറ്റവും അടിയിലുമാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഫേസും റൈറ്റ് സൈഡിൽ ന്യൂട്രും ആണ് ഇതിൻ്റെ അകത്ത് കണക്ഷൻ വരുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കവർ നമ്മൾ കട്ട് ചെയ്തിട്ട് അതേ കവർ, അതായത് ഐസൊലേറ്ററിൻ്റെ ബോക്സ് പിന്നെ വെക്കാനുള്ള കവർ നമ്മളങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. അതും 2 സ്ക്രൂവേ ഉള്ളൂ. അത് ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാല് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഓവർ ടൈറ്റ് ചെയ്യരുത്, ഒരു മീഡിയം ടൈറ്റിൽ വെക്കണം ഇതേപോലെ. പിന്നെ നമുക്കിനി ഫ്യൂസ് കെട്ടണം. ഫ്യൂസ് കെട്ടാൻ നേരത്തെ, അതായത് നമ്മൾ 3 ഫ്യൂസ് മാറ്റിയല്ലോ, 16 ആംസിൻ്റെ 3 ഫ്യൂസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂസ് കെട്ടാൻ ഉപയോഗിക്കേണ്ടത് നമ്മളെടുക്കുന്ന വയറിൻ്റെ അതേ കോപ്പർ തന്നെ എടുത്ത് കെട്ടണം. 3 കമ്പിയേ എടുക്കാമുള്ളൂ. നമുക്ക് എത്രയാണ് നീളം വേണ്ടത് അതിനനുസരിച്ച് മുറിച്ചെടുത്തിട്ട് 3 കമ്പിയേ എടുക്കാമുള്ളൂ. അതിൽ കൂടുതൽ ആവരുത്. കാരണം 3 കമ്പി എടുക്കാൻ പറയുന്നതിൻ്റെ കാരണം, ഏതെങ്കിലും ഉപകരണങ്ങൾ ഷോർട്ട് ആവുകയോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആവുകയോ അല്ലെങ്കിൽ ഓവർലോഡ് ആവുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫ്യൂസ് പൊട്ടിപ്പോകണം. അല്ലാതെ കമ്പിയുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഫ്യൂസ് പൊട്ടിപ്പോകത്തില്ല. നമ്മുടെ ഉപകരണങ്ങളും അതേപോലെ നമ്മൾ ഷോക്ക് അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ലെഗ് കത്തിപ്പോവാതെ, അതായത് ഈ കമ്പി പൊട്ടിപ്പോവാതെ ഇരുന്ന് അത് ഭയങ്കര ഒരു അപകടം ഉണ്ടാക്കും. അതുകൊണ്ടാണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം ഒരു 3 കമ്പിയെ ഉപയോഗിക്കാമുള്ളൂ. 2 കമ്പിയാണ് ബെറ്റർ, പക്ഷേ 3 കമ്പി ഇടുക. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്യൂസും കെട്ടി കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹാവൽസിൻ്റെയാണ് 40 ആംസിൻ്റെയാണ് നമ്മൾ ഐസൊലേറ്റർ എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ പഴയ ഓൾഡ് മോഡൽ മെയിൻ സ്വിച്ച് മാറ്റി പുതിയ ടൈപ്പ് നമ്മൾ ഐസൊലേറ്റർ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പം കണക്ഷൻ ചാൽവ് ചെയ്തു. മെയിൻ സ്വിച്ച് നമ്മൾ ഓണാക്കിയിട്ടുണ്ട്, അതായത് MCB നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. കണക്ഷൻസ് കണ്ടോ, ലൈറ്റും ബൾബും എല്ലാം കത്തുന്നുണ്ട്. കറക്റ്റ് കണക്ഷൻസാണ് ഇങ്ങനെ പോകുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കണക്ഷനാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.